ആഴ്ചയിൽ ഒരിക്കൽ സെൻറ്റ് ആൻ്റണീസ് പുണ്യാളനെ സന്ദർശിക്കുന്ന ശൈലി തുടരുന്നതിൻ്റെ ഭാഗമായി ഇന്ന് കലൂരിൽ ഉള്ള സെൻറ്റ് ആൻ്റണീസ് പുണ്യാളൻ്റെ തിരുനടയാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാണുന്നത് പ്രാർത്ഥനകളൊക്കെ പഠിച്ചു പോകും. പക്ഷേ അവസാനം കുറച്ച് മാസം കഴിയുമ്പോൾ പ്രാർത്ഥനകളൊന്നും മറന്നു പോകും. ആദ്യം തന്നെ മെഴുകുതിരി കത്തിച്ച് തുടങ്ങാം. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും പറയുമ്പോൾ ആ സമയം യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുള്ള യേശുവാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ പ്രാർത്ഥന പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ അതിനും യോഗ്യതയില്ലാത്തവരായിട്ട് മാറുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ആഴമായി ചിന്തിച്ചാൽ യേശു പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് ഒരു ഷോർട്ട് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനുഷ്യന് വേണ്ടത് മനുഷ്യനും ദൈവത്തിന് വേണ്ടത് ദൈവത്തിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. 7 യാചനകളുണ്ടെന്നാണ് പറയുന്നത് പ്രാർത്ഥനയിൽ. ശരിക്കും ധ്യാനിച്ചാൽ മാത്രമേ പ്രാർത്ഥന മനസ്സിലാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിയും സഹചരന്മാരുടെ രാത്രി പ്രാർത്ഥനയ്ക്കിരിക്കുകയാണ്. നമുക്ക് എത്ര സ്വതന്ത്രമായി ചെല്ലാൻ പറ്റും എന്ന് കൗണ്ട് ചെയ്യണം. അതുകൊണ്ട് കുറച്ച് കല്ലും ഒരു കൊട്ടയും കൂടി എടുത്തു. എന്നിട്ട് രാത്രി തുടങ്ങുകയാണ്. പ്രാർത്ഥന തുടങ്ങി ഓരോ സ്വതന്ത്രമായ കഴിയുമ്പോഴും നിങ്ങൾ ഒരു കല്ല് എടുത്ത് ആ നിങ്ങളുടെ ബാസ്കറ്റിൽ ഇടണമെന്ന് പറയുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിനെ വെച്ചിട്ടുണ്ട്. വെളുപ്പിനായി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മറ്റു സഹശിഷ്യന്മാരെയൊക്കെ കൊട്ട നടന്നിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിന്റെ കൊട്ടയിൽ ഒരു കല്ല് പോലും ഇല്ല. അപ്പൊ ശിഷ്യന്മാർ ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഉറങ്ങിപ്പോയോ, പ്രാർത്ഥിച്ചില്ലയോ എന്നത്. അദ്ദേഹം പറഞ്ഞത് സ്വർഗ്ഗസ്ഥനായ പിതാവേ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തോരം മണിക്കൂറുകളാണ് ഞാൻ ധ്യാനിച്ചിരുന്നത്. ധ്യാനിച്ച സമയം പോയത് അതിലെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ടല്ല, അത് കൂടുതൽ അർത്ഥവത്തായിട്ട് പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമായിട്ട് കരുതുന്നതാണ്. ഇതുപോലെ നമ്മളിൽ അതിൽ 7 യാചനകളുണ്ട്. അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം. ഞാനും ദൈവം തമ്മിലൊരു ചാറ്റിംഗ്. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാരെ എത്രയോ മണിക്കൂറുകളാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈലിലൊക്കെ മനസ്സിലാക്കാം എത്ര മണിക്കൂറുകളാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയോട് തന്നെ ചാറ്റ് ചെയ്യുന്നത്. അയാൾ തിരിച്ചുമാണ് സംഭാഷണമാണ്. എന്നാൽ ഒരു ദിവസം എനിക്ക് ദൈവത്തോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്ര നേരം ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കുടുംബപ്രാർത്ഥന വിളിച്ചാൽ എൻ്റെ മനസ്സിൽ എന്താണ് ദേഷ്യപ്പെടുന്നത്, ഒന്ന് കുമ്പസാരിക്കാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. കാരണം ദൈവത്തെ ഫ്രണ്ടായിട്ട് എടുക്കാൻ താല്പര്യമില്ല. അവിടെ വർത്താനം പറയുന്നുണ്ട്, പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നത്. അത് ദൈവത്തെ കേൾക്കാൻ താല്പര്യം വേണം. താല്പര്യമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാളുകളെയാണ്. എന്നെ കുറയ്ക്കുന്നതൊക്കെ എന്റെ സ്വഭാവം ഞാൻ പലപ്പോഴും വെളിയിലൊക്കെ വികാരിയായിട്ട് നിന്നത് അവിടെ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്റെ കണ്ടൊക്കെ ആമറയാണെന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലത്തും പഠിപ്പിക്കുന്നത് സാഹചര്യത്തിൽ കണ്ടിട്ട് ആമറയാണല്ലോ. ഒരു കുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ
കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ യാചനകൾ അല്ലെങ്കിൽ അപേക്ഷകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർ ഈ മരിക്കണേക്ക് ഒത്തിരി മാസം മുമ്പ് പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം. കർത്താവിനെ പൂച്ച എന്ന് പറയുന്ന പോലെ പ്രാർത്ഥന എന്നാണ് ഫ്രാൻസിസ് മാർ ഒരു വിഷയത്തിൽ പറയുന്നത്. പുണ്യാളൻ്റെ തിരുനടയിൽ ദേവാലയത്തിനകത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടാത്തതിന് കാരണം എന്താണ്? കാരണം പ്രാർത്ഥിക്കുന്നത് ആവശ്യമില്ലാത്തതാണ്, അത്യാഗ്രഹം കൊണ്ടാണ്. പല കലൂരിലെ സെൻറ് ആൻ്റണീസ് പുണ്യാളൻ്റെ തിരുനടയിലെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.